ഇന്ന് ഈ ക്ലാസ്സിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന OTDR അഥവാ ഒപ്റ്റിക്കൽ ടൈം ഡൊമൈൻ റിഫ്ലക്ടോമീറ്റർ എന്ന ഒരു ടെസ്റ്റിംഗ് എക്യുപ്മെൻറ്റിനെ കുറിച്ചാണ്. ഇന്ന് നിലവിലുള്ള ഹൈ സ്പീഡ് നെറ്റ്വർക്കുകളെല്ലാം തന്നെ ഒപ്റ്റിക്കൽ ഫൈബർ നെറ്റ്വർക്കുകളാണെന്ന്, അവിടെ ഉപയോഗിക്കുന്ന ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിലൂടെ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ലൈറ്റിൻ്റെ ഫോമിലാണെന്നും നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. 9 മൈക്രോമീറ്റർ അല്ലെങ്കിൽ 50 മൈക്രോമീറ്റർ തുടങ്ങിയ വളരെ ചെറിയ ഡയമീറ്റർ മാത്രം വരുന്ന ഒപ്റ്റിക്കൽ ഫൈബർ കോറിനുള്ളിലൂടെയാണ് ഈ ലൈറ്റ് സിഗ്നൽ പാസ് ചെയ്യുന്നത്. അവിടെ ഉണ്ടാകുന്ന ചെറിയ ഫാൾട്ടുകൾ പോലും ആ ഡാറ്റ ട്രാൻസ്മിഷനെ ബാധിക്കുകയോ ഒരുപക്ഷെ നെറ്റ്വർക്ക് തന്നെ ഡൗൺ ആയി പോകാനുള്ള സാധ്യതയോ വളരെ കൂടുതലാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ മാനുഫാക്ചറിങ്, ഇൻസ്റ്റലേഷൻ, മെയിൻ്റനൻസ് തുടങ്ങിയ ഘട്ടങ്ങളിൽ അതിൻ്റെ പെർഫോമൻസ്, ക്യാരക്ടറിസ്റ്റിക്സ് തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനും അതിലുള്ള ഫാൾട്ടുകൾ കണ്ടെത്തി അതിന് പരിഹാരം കാണുന്നതിനും വളരെ കൃത്യമായിട്ടുള്ള ഡിവൈസുകൾ ആവശ്യമാണ്. അത്തരത്തിലുള്ള ഒരു എക്യുപ്മെൻ്റാണ് ഒപ്റ്റിക്കൽ ടൈം ഡൊമൈൻ റിഫ്ലക്ടോമീറ്റർ എന്ന് പറയുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഭാഗങ്ങൾ ഏതെല്ലാമെന്ന് ആദ്യമായി നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്ന്, ബേസിക്സ് ഓഫ് OTDR, അതായത് അടിസ്ഥാനപരമായി ഒരു OTDRനെ കുറിച്ച് നാം അറിഞ്ഞിരിക്കേണ്ട വസ്തുതകൾ എന്തെല്ലാമാണ്. രണ്ടാമതായി, ഒരു OTDRൻ്റെ ബ്ലോക്ക് ഡയഗ്രാം എങ്ങനെ നമുക്ക് വരക്കാൻ കഴിയും, ഏതെല്ലാം കമ്പോണൻസ് ആണ് ഈ ബ്ലോക്ക് ഡയഗ്രത്തിൽ ഉൾക്കൊള്ളുന്നത്. തുടർന്ന് ഓപ്പറേഷൻ ഓഫ് OTDR, നമ്മൾ വരച്ച ബ്ലോക്ക് ഡയഗ്രത്തിൻ്റെ സഹായത്തോടെ ഒരു OTDRൻ്റെ പ്രവർത്തനം നമുക്ക് എങ്ങനെ വിശദീകരിക്കാൻ പറ്റും. നെക്സ്റ്റ്, OTDR ഡിസ്പ്ലേ. ഈ എക്യുപ്മെൻറ്റിൻ്റെ റിസൾട്ട് നമുക്ക് ലഭിക്കുന്നത് 2 തരത്തിലാണ്. ഒന്ന് ഡാറ്റ ടേബിൾ ഫോർമാറ്റിലും മറ്റൊന്ന് ഡിസ്പ്ലേ അല്ലെങ്കിൽ ട്രേസ് ആയിട്ട്. ഈ ഡിസ്പ്ലേ അല്ലെങ്കിൽ ട്രേസിൽ നിന്ന് ഒരു ഒപ്റ്റിക്കൽ ഫൈബർ നെറ്റ്വർക്കിലെ ക്യാരക്ടറിസ്റ്റിക്സ്, അതിലെ ഫാൾട്ടുകൾ, മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെ നമുക്ക് അനലൈസ് ചെയ്യാമെന്നും ഈ ഭാഗങ്ങളിൽ നിന്ന് നമ്മൾ പഠിക്കുന്നു. അവസാനമായി ഒരു OTDR ഡിവൈസിൻ്റെ കീ സ്പെസിഫിക്കേഷൻസ്. ഒട്ടേറെ സ്പെസിഫിക്കേഷനുകൾ ഈ OTDRനുണ്ട്. അതിലെ പ്രധാനപ്പെട്ട 4 എണ്ണം ഇവിടെ വിശകലനം ചെയ്യാനും ഉദ്ദേശിക്കുന്നു. ബേസിക്സ് ഓഫ് OTDR. എന്തെല്ലാമാണ് ഒരു OTDRനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ? നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന ഒരു ടെസ്റ്റിംഗ് ആൻഡ് മെഷറിംഗ് ഡിവൈസാണ് OTDR എന്ന് പറയുന്നത്. അതായത് ഒരു ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിലെ ഫാൾട്ടുകൾ ടെസ്റ്റ് ചെയ്യുന്നതിനും അതിലുള്ള ലോസ്, അതിലേക്കുള്ള ഡിസ്റ്റൻസ് തുടങ്ങിയ കാര്യങ്ങൾ മെഷർ ചെയ്യുന്നതിനും വേണ്ടി OTDR ഉപയോഗിക്കും. ഈ എക്യുപ്മെൻറ്റിൽ ലൈറ്റ് സിഗ്നലും ഇലക്ട്രിക് സിഗ്നലും ഒരുമിച്ച് കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിനെ വേണമെങ്കിൽ നമുക്കൊരു ഒപ്റ്റോ ഇലക്ട്രിക് ഇൻസ്ട്രുമെൻ്റ് ആയി കണക്കാക്കാം. ഇനി ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഡിവൈസിൻ്റെ പ്രവർത്തന തത്വം ഒരു റഡാറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളുമായി ബന്ധപ്പെടുത്താൻ നമുക്ക് കഴിയും. റഡാറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ നിങ്ങൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ടാകും അല്ലേ? എന്താണ് ഒരു റഡാറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ? ഈ ആനിമേഷൻ പിക്ചറിൽ നിന്ന് അത് കൂടുതൽ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ റഡാറിലുള്ള ട്രാൻസ്മിറ്ററിൽ നിന്നും ഒരു EM വേവ് ഒരു പ്രത്യേക ഡയറക്ഷനിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ഇവിടെ കാണുന്ന ഈ റെഡ് വേവ് ആണ് എമിറ്റഡ് വേവ് അല്ലെങ്കിൽ ട്രാൻസ്മിറ്റഡ് വേവ്. ഈ ഡയറക്ഷനിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഒബ്സ്റ്റക്കിൾ അല്ലെങ്കിൽ വസ്തുക്കൾ ഉണ്ടെങ്കിൽ അതിൽ തട്ടി EM വേവ് തിരിച്ച് റഡാറിലേക്ക് തന്നെ റിഫ്ലക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഈ റിഫ്ലക്റ്റഡ് സിഗ്നൽ റഡാറിൽ റിസീവ് ചെയ്ത് പ്രോസസ്സ് ചെയ്ത് ആ വസ്തുവിലേക്കുള്ള ഡിസ്റ്റൻസും ആ വസ്തുവിനെക്കുറിച്ചുള്ള മറ്റു ചില കാര്യങ്ങളും അറിയാൻ നമുക്ക് കഴിയും. അതുകൊണ്ട് തന്നെ OTDRൻ്റെയും റഡാറിൻ്റെയും പ്രവർത്തന തത്വങ്ങൾ തമ്മിൽ പരസ്പരം സാമ്യം പുലർത്തുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നെക്സ്റ്റ്,
ഇറ്റ് ഗിവ്സ് ദ ഐഡിയ അബൌട്ട് ദ അബ്നോർമാലിറ്റീസ് ഓർ ഫോൾസ് ഇൻ ദ ഫൈബർ. അതായത് ഒപ്റ്റിക്കൽ ഫൈബറിലെ അബ്നോർമാലിറ്റീസും അല്ലെങ്കിൽ ഫാൾസിനെയും കുറിച്ചുള്ള കൃത്യമായ ഒരു ധാരണയുണ്ടാക്കാൻ നമുക്ക് ഈ ഡിവൈസ് ഉപയോഗിച്ച് കഴിയും. മാത്രമല്ല ആ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിനുള്ളിലെ സിഗ്നൽ അറ്റൻവേഷനും ആ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിൻ്റെ ഡിസ്റ്റൻസും മെഷർ ചെയ്യുന്നതിനും ഈ ഡിവൈസ് ഉപയോഗിച്ച് നമുക്ക് സാധിക്കും. ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന വേറെയും ചില ടെസ്റ്റിംഗ് ടൂൾസുകളെക്കുറിച്ച് നമ്മൾ 1ാം വർഷത്തിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. OTDRൻ്റെ ഉപയോഗത്തെക്കുറിച്ച് ഒന്നുകൂടെ ഒരു വ്യക്തമായ ചിത്രം ലഭിക്കാൻ അവ തമ്മിലുള്ള ഒരു കമ്പാരിസൺ നടത്തുന്നത് നന്നാവും. നോക്കൂ, ഇതൊരു ഇൻസ്പെക്ഷൻ മൈക്രോസ്കോപ്പാണ്. നമ്മൾ കഴിഞ്ഞ 1ാം വർഷത്തിൽ പഠിച്ചിട്ടുള്ള ഒരു ടെസ്റ്റിംഗ് ടൂളാണ്. ഒരു ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിൻ്റെ ക്ലീവ്ഡ് എൻഡിലുള്ള ഡസ്റ്റ്, ഇമ്പ്യൂരിറ്റീസ് എന്നിവ എത്രമാത്രം ഉണ്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് ഈ ഇൻസ്പെക്ഷൻ മൈക്രോസ്കോപ്പ് ഉപയോഗിക്കുന്നത്. ഇത് ലോസ് മെഷർ ചെയ്യുന്നതിനോ ഡിസ്റ്റൻസ് എടുക്കുന്നതിനോ ഒന്നും ഉപയോഗിക്കുന്നില്ല. മറ്റൊരു ടെസ്റ്റിംഗ് ടൂളാണ് വിഷ്വൽ ഫാൾട്ട് ലൊക്കേറ്റർ. ഇവിടെ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ VFLൽ നിന്ന് ഫൈബറിലേക്ക് ഒരു വിഷ്വൽ ലൈറ്റ് എനർജി ഇഞ്ചക്റ്റ് ചെയ്യുന്നു. കേബിളിൻ്റെ ഫുൾ ലെങ്ത്തിലൂടെ നമുക്ക് ട്രേസ് ചെയ്യുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഷാർപ്പ് ബെൻഡ്, ബ്രേക്ക്, ഫോൾട്ടി കണക്റ്റേഴ്സ് തുടങ്ങിയ എന്തെങ്കിലും ഫാൾട്ടുകൾ ഉണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ പോയിന്റിൽ ലൈറ്റ് ലീക്കേജ് നമുക്ക് വിഷ്വലി സ്പോട്ട് ചെയ്യാൻ കഴിയും. ഇതാ ഈ കാണുന്ന ഈ ചിത്രത്തിൽ പോലെ. ഇവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, വിഷ്വൽ ഫാൾട്ട് ലൊക്കേറ്റർ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിലെ ലോസ് മെഷർ ചെയ്യുന്നതിനോ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നതിനോ ഒന്നും പറ്റുന്നില്ല. മാത്രമല്ല ഒരു ഭൂമിക്കടിയിലൂടെ നമ്മൾ ലേ ചെയ്തിട്ടുള്ള ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ അല്ലെങ്കിൽ കിലോമീറ്ററുകളോളം ദൂരത്തിൽ സ്ഥാപിച്ചിട്ടുള്ള ഒരു ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിനുള്ളിലെ ഫാൾട്ടുകൾ ഇത്തരത്തിൽ ഡിറ്റക്റ്റ് ചെയ്യുക എന്നത് അപ്രായോഗികവുമാണ്. ഇനി മറ്റൊരു ടെസ്റ്റാണ് ലൈറ്റ് സോഴ്സും പവർ മീറ്ററും ഉപയോഗിച്ചുകൊണ്ടുള്ള പവർ മീറ്റർ മെത്തേഡ് എന്ന് പറയുന്നത്. ഒരു ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിനുള്ളിലെ ഇൻസേർഷൻ ലോസ് ടെസ്റ്റ് ചെയ്യുന്നതിനാണ് ഈ മെത്തേഡ് ഉപയോഗിക്കുന്നത്. ഇവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ടെസ്റ്റ് നടത്തുന്ന ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിൻ്റെ 2 എൻഡും ആക്സസിബിൾ ആവണം എന്നതാണ്. ഇത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഗ്രൗണ്ടിലൂടെ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒപ്റ്റിക്കൽ നെറ്റ്വർക്കിലോ കൂടുതൽ ഡിസ്റ്റൻസിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള കേബിളിലോ ഈ ടെസ്റ്റ് പ്രായോഗികമല്ല. എങ്കിലും ഓരോ ഡിവൈസിനും അതിൻ്റേതായിട്ടുള്ള ഡിസഡ്വാൻറ്റേജും അഡ്വാൻറ്റേജും ഉണ്ട്. ഇനി നമുക്ക് OTDRലേക്ക് വരാം. OTDR ഉപയോഗിച്ച് നമുക്ക് ലോസ് മെഷർ ചെയ്യാം. അതുപോലെ ഇറ്റ് ക്യാൻ മെഷർ ലെങ്ത്, ഒരു ഫൈബർ കേബിളിൻ്റെ ലെങ്ത് മെഷർ ചെയ്യാം. യൂസ്ഡ് ഫോർ ലോങ് ഡിസ്റ്റൻസ്, കൂടുതൽ ദൂരത്തിലേക്ക് സ്ഥാപിച്ചിട്ടുള്ള ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ ടെസ്റ്റുകൾ നടത്താം. വൺ സൈഡ് ആക്സസ് ടെസ്റ്റ് നടത്തുന്ന നെറ്റ്വർക്കിൻ്റെ ഒരു എൻഡ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഇറ്റ് ഡിറ്റക്ട്സ് ഡിഫറൻറ്റ് ഇവൻറ്റ്സ്. ഒരു ഒപ്റ്റിക്കൽ ഫൈബറിനുള്ളിലെ ഡിഫറൻറ്റ് ഇവൻറ്റ്സുകൾ, അതായത് സ്പ്ലൈസസ്, കണക്റ്റേഴ്സ്, ബെൻസ്, ബ്രേക്സ്, ക്രാക്സ് തുടങ്ങിയ ഡിഫറൻറ്റ് ഇവൻറ്റ്സുകൾ ഡിറ്റക്റ്റ് ചെയ്യുന്നതിനും ആ ഇവൻറ്റ്സിലുള്ള ലോസ് മെഷർ ചെയ്യുന്നതിനും OTDRനെ കൊണ്ട് സാധിക്കുന്നു. ചുരുക്കത്തിൽ ഒരു OTDRന് ഒപ്റ്റിക്കൽ ഫൈബറിലെ ഫാൾട്ടുകൾ കണ്ടെത്തുകയും അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുകയും ചെയ്യുന്നതിന് പുറമെ ഇറ്റ് ക്യാൻ മെഷേഴ്സ് ഒപ്റ്റിക്കൽ ഡിസ്റ്റൻസ് ടു ഇലമെൻറ്റ്സ് ഓർ ഇവൻറ്റ്സ്, അതായത് സ്പ്ലൈസസ്, കണക്റ്റേഴ്സ് അല്ലെങ്കിൽ സ്പ്ലിറ്റേഴ്സ് തുടങ്ങിയ ഇവൻറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ പറ്റുന്നു. ഇറ്റ് ക്യാൻ മെഷേഴ്സ് ഒപ്റ്റിക്കൽ ഡിസ്റ്റൻസ് ടു ഫാൾട്ട്, ഓരോ ഫാൾട്ടിലേക്കുമുള്ള ഡിസ്റ്റൻസ് എത്രയെന്ന് മെഷർ ചെയ്യും. അതുപോലെ ഒപ്റ്റിക്കൽ ഡിസ്റ്റൻസ് ടു ദ എൻഡ് ഓഫ് ദ ഫൈബർ, നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ ഹോൾ ലെങ്ത്, അതിൻ്റെ എൻഡിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്ന് മെഷർ ചെയ്യും. OTDR can also measures loss of splices and connectors. ഓരോ ഇവൻറ്റിലുമുള്ള ലോസ് എത്രയെന്ന്
OTDR മെഷർ ചെയ്യും. ഇറ്റ് മെഷേഴ്സ് ഒപ്റ്റിക്കൽ റിട്ടേൺ ലോസ് ഓഫ് ലിങ്ക് ഓർ സെക്ഷൻ. ഒരു ഫൈബർ നെറ്റ്വർക്കിൻ്റെ ഒരു സെക്ഷൻ്റെ അല്ലെങ്കിൽ ഒരു ലിങ്കിൻ്റെ ഒപ്റ്റിക്കൽ റിട്ടേൺ ലോസ് മെഷർ ചെയ്യും. OTDR മെഷേഴ്സ് റിഫ്ലക്റ്റൻസ് ഓഫ് കണക്റ്റേഴ്സ്. നമ്മൾ പഠിച്ചിട്ടുള്ള ഓരോ ഇവൻറ്റിലുമുള്ള റിഫ്ലക്റ്റൻസ്, കണക്റ്റേഴ്സ്, സ്പ്ലിറ്റേഴ്സ്, ബ്രേക്സ്, അവിടെ നിന്ന് റിഫ്ലക്റ്റൻസ് എത്രയെന്ന് മെഷർ ചെയ്യും. ഇറ്റ് ആൾസോ മെഷേഴ്സ് ടോട്ടൽ ഫൈബർ അറ്റന്വേഷൻ. ഒരു ഫൈബറിൻ്റെ ടോട്ടൽ അറ്റന്വേഷൻ മെഷർ ചെയ്യുന്നതിനും OTDR സഹായിക്കും. ബ്ലോക്ക് ഡയഗ്രാം ഓഫ് OTDR. ഈ കാണുന്നതാണ് OTDRൻ്റെ ബ്ലോക്ക് ഡയഗ്രാം. ഇതിൽ പ്രധാനമായും 8 ബേസിക് കമ്പോണൻസ് ഉൾക്കൊള്ളുന്നുണ്ട്. ടൈം ബേസ് കൺട്രോൾ യൂണിറ്റ്, പൾസ് ജനറേറ്റർ, ഡയറക്ഷണൽ കപ്ലർ, ഫോട്ടോ ഡയോഡ് ഡിറ്റക്ടർ, ആംപ്ലിഫയർ, സാമ്പിളിംഗ് ആൻഡ് ഹോൾഡ് സർക്യൂട്ട്, അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ, ദെൻ സിഗ്നൽ പ്രോസസ്സർ. ഇവിടെ സാമ്പിൾ ആൻഡ് ഹോൾഡ് സർക്യൂട്ട്, ADC പ്രോസസ്സർ, ഈ 3 കമ്പോണൻറ്റും ഒരൊറ്റ ബ്ലോക്കിനുള്ളിലാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഈ കാണുന്ന പൾസ് ജനറേറ്ററിൽ ജനറേറ്റ് ചെയ്യുന്ന ഇലക്ട്രിക് സിഗ്നൽ ഒരു എമിറ്റിംഗ് ഡയോഡ് ഉപയോഗിച്ച് ഒരു ഒപ്റ്റിക്കൽ സിഗ്നലാക്കി മാറ്റും, ഒരു ലൈറ്റ് സിഗ്നൽ. ഈ ലൈറ്റ് സിഗ്നലിനെ ഡയറക്ഷണൽ കപ്ലർ വഴി ഈ കാണുന്ന ഒപ്റ്റിക്കൽ ഫൈബറിലേക്ക്, നമുക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള ഫൈബറിലേക്ക് കടത്തിവിടും. ഫൈബറിനുള്ളിൽ നിന്നും ഈ സിഗ്നൽ റിഫ്ലക്റ്റ് ചെയ്യുകയും തിരിച്ച് ഇതേ ഡയറക്ഷണൽ കപ്ലർ വഴി മറ്റൊരു ചാനലിലൂടെ ഫോട്ടോ ഡയോഡ് ഡിറ്റക്ടറിലേക്ക് നൽകുകയും ചെയ്യും. ഫോട്ടോ ഡയോഡ് ഡിറ്റക്ടർ ഈ വരുന്ന ലൈറ്റ് സിഗ്നലിനെ ഇലക്ട്രിക്കൽ സിഗ്നലാക്കി മാറ്റിയതിന് ശേഷം ഒരു ആംപ്ലിഫയർ ഉപയോഗിച്ച് ആംപ്ലിഫൈ ചെയ്യും. ഈ ആംപ്ലിഫൈഡ് ഇലക്ട്രിക്കൽ സിഗ്നൽ സാമ്പിൾ ആൻഡ് ഹോൾഡ് സർക്യൂട്ട് ഉപയോഗിച്ച് ന്യൂമറിക്കൽ വാല്യൂ ആക്കി മാറ്റും. ഈ ന്യൂമറിക്കൽ വാല്യൂവിനെ ഒരു അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ സർക്യൂട്ടിലൂടെ കടത്തിവിട്ട് ഡിജിറ്റൽ സിഗ്നലാക്കി കൺവേർട്ട് ചെയ്യുന്നു. ഈ സിഗ്നൽ പ്രോസസ്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യമായ ഡിസ്പ്ലേ ഫോർമാറ്റിലേക്ക് മാറ്റും. ഇതാണ് ഒരു OTDRൽ നടക്കുന്ന ഓപ്പറേഷൻ. അപ്പോൾ ഒന്നാമതായി ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിലേക്ക് ഒരു ഡയറക്ഷണൽ കപ്ലർ വഴി OTDR ലൈറ്റ് പൾസിനെ ഇഞ്ചക്റ്റ് ചെയ്യും. ദെൻ ഇങ്ങനെ ഇഞ്ചക്റ്റ് ചെയ്യുന്ന ഒപ്റ്റിക്കൽ പൾസ് ഒപ്റ്റിക്കൽ ഫൈബറിൽ നിന്നും റിഫ്ലക്റ്റ് ചെയ്യും. നോക്കൂ, ഇവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുന്നതിന് 2 പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട്. ഒന്ന് റേലി സ്കാറ്ററിങ്ങും, രണ്ടാമതായി ഫ്രസ്നെൽ റിഫ്ലക്ഷൻ. നോക്കൂ, ഈ ചിത്രത്തിൻ്റെ സഹായത്തോടെ ഈ 2 കാര്യങ്ങളും നമുക്കൊന്നുകൂടെ വ്യക്തമായി മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഒന്ന് റെയ്ലി സ്കാറ്ററിംഗ്. ഒരു ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ കോർ സ്ട്രക്ചറിൽ ഉണ്ടാവുന്ന നാനോസ്കോപ്പിക് അല്ലെങ്കിൽ മൈക്രോസ്കോപ്പിക് ലെവൽ ഇംപെർഫെക്ഷൻ, അതുമല്ലെങ്കിൽ പാർട്ടിക്കിൾസ്, ഇതുമൂലം ആ സ്പോട്ടിൽ ചെറിയ ഡെൻസിറ്റി വേരിയേഷൻ ഉണ്ടാവും. ഇതിലൂടെ ലൈറ്റ് കടന്നു പോകുമ്പോൾ ലൈറ്റ് സിഗ്നലിന് സ്കാറ്ററിംഗ് സംഭവിക്കും. എല്ലാ ഡയറക്ഷനിലേക്കും ഈ സ്കാറ്ററിംഗ് സംഭവിക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു ഭാഗം, ചെറിയ ഒരു ഭാഗം തിരിച്ച് സോഴ്സിലേക്ക് തന്നെ നീങ്ങുന്നു. ഇതാണ് ബാക്ക് സ്കാറ്ററിംഗ് ലൈറ്റ് എന്ന് പറയുന്നത്. ഈ കാണുന്ന ഈ ഭാഗം. ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിലുള്ള സ്പ്ലൈസിങ്, മാക്രോബെൻഡ് തുടങ്ങിയ ഇവൻറ്റുകൾ OTDR ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അവയിൽ നിന്നും ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള ബാക്ക് സ്കാറ്ററിംഗ് ലൈറ്റ് ഉപയോഗിച്ചാണ്. ഇനി എന്താണ് ഫ്രസ്നെൽ റിഫ്ലക്ഷൻ? ഈ രണ്ടാമത്തെ ഈ പിക്ചർ ഒന്ന് നോക്കി. ഇത് ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ ഒരു ടെർമിനേറ്റിംഗ് എൻഡാണ് ഈ കാണുന്നത്. ഈ ഇടതുഭാഗത്തെ മീഡിയം ഗ്ലാസ്സാണ്, ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ കോർ. വലതുഭാഗത്ത് ഇത് എയറാണ്. ഇവിടെ മീഡിയം ചേഞ്ച് ചെയ്തു. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഇൻ്റർഫേസിലുള്ള റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൽ വലിയ വേരിയേഷൻ വരും. ഇത്തരം ഇൻ്റർഫേസിൽ ഒരു ലൈറ്റ് ട്രാൻസ്മിറ്റ് ചെയ്തു വരുമ്പോൾ അവിടെ വെച്ചിട്ട് അതിൻ്റെ നല്ലൊരു ഭാഗം
റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ചു പോകും. ഇവിടെ ഈ കാണുന്ന റെഡ് ലൈറ്റാണ് ട്രാൻസ്മിറ്റഡ് ലൈറ്റ്. ഈ ഗ്രീൻ ലൈറ്റാണ് P1 എന്ന് കാണിക്കുന്ന ലൈറ്റാണ് റിഫ്ലക്റ്റഡ് ലൈറ്റ്. ഒപ്റ്റിക്കൽ ഫൈബർ നെറ്റ്വർക്കിലുള്ള മെക്കാനിക്കൽ സ്പ്ലൈസ്, ബ്രേക്ക്, കണക്റ്റേഴ്സ് തുടങ്ങിയ ഇവൻറ്റുകളൊക്കെ OTDR ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഫ്രസ്നൽ റിഫ്ലക്ഷൻ സിഗ്നൽ ഉപയോഗിച്ചിട്ടാണ്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഫ്രസ്നൽ റിഫ്ലക്ഷൻ വഴിയുള്ള റിഫ്ലക്റ്റ് ചെയ്യുന്ന സിഗ്നലുകളുടെ സ്ട്രെങ്ത് എപ്പോഴും റേലി സ്കേറ്ററിംഗ് വഴി റിഫ്ലക്റ്റ് ചെയ്യുന്ന സിഗ്നലുകളേക്കാൾ കൂടുതലായിരിക്കും. ഈ രണ്ട് ടൈപ്പ് റിഫ്ലക്ഷൻ വഴി ഉണ്ടാകുന്ന റിഫ്ലക്റ്റഡ് സിഗ്നലുകളെ ഡയറക്ഷണൽ കപ്ലർ വഴി ഡിറ്റക്ടറിലേക്ക് പാസ് ചെയ്യും. ഡിറ്റക്ടറിൽ നിന്നുള്ള കറസ്പോണ്ടിങ് ഇലക്ട്രിക്കൽ സിഗ്നൽ പ്രോസസ്സിംഗ് നടത്തിയതിനു ശേഷം പ്രോപ്പർ ഡിസ്പ്ലേ ആക്കി മാറ്റുന്നു. OTDR ഡിസ്പ്ലേ. എക്സ് ആക്സിസിൽ ഫൈബർ ലെങ്ത്തും വൈ ആക്സിസിൽ അറ്റൻവേഷനും കാണിക്കുന്ന ഒരു ട്രേസാണ്, ഒരു ഗ്രാഫാണ് OTDR ഡിസ്പ്ലേ. ലെങ്ത്ത് കിലോമീറ്ററിലും അറ്റൻവേഷൻ dBയിലുമാണ് ഇവിടെ എക്സ്പ്രസ് ചെയ്യുന്നത്. ഇവിടെ രണ്ട് തരത്തിലുള്ള ഇവൻസുകൾ കാണാൻ പറ്റും. റിഫ്ലക്റ്റീവ് ഇവൻറ്റും നോൺ റിഫ്ലക്റ്റീവ് ഇവൻറ്റും. ഈ ട്രേസിൽ കാണുന്ന ഈ സ്പൈക്ക് പോലെയുള്ള ഇവൻ്റാണ് റിഫ്ലക്റ്റീവ് ഇവൻറ്റ് എന്ന് വിളിക്കുന്നത്. ഇവിടെ ഈ കാണുന്ന ഡ്രോപ്സ് പോലെയുള്ള ഇവൻ്റാണ് നോൺ റിഫ്ലക്റ്റീവ് ഇവൻറ്റ് എന്ന് വിളിക്കുന്നത്. റിഫ്ലക്റ്റീവ് ഇവൻറ്റ്സിന് എക്സാമ്പിൾസാണ് കണക്റ്റേഴ്സ്, ബ്രേക്സ്, ടെർമിനേഷൻസ്, മെക്കാനിക്കൽ സ്പ്ലൈസ് എക്സെട്ര. ഇതിന് കാരണം ഫ്രസ്നൽ റിഫ്ലക്ഷനാണ്. ഇത്തരം ഇവൻസുകൾ, റിഫ്ലക്റ്റീവ് ഇവൻസുകൾ OTDR ട്രേസിൽ ലാർജ് പൾസായിട്ടോ അല്ലെങ്കിൽ സ്പൈക്സ് ആയിട്ടോ കാണപ്പെടുന്നു. ഇനി നോൺ റിഫ്ലക്റ്റീവ് ഇവൻസിന് എക്സാമ്പിൾസാണ് ഫ്യൂഷൻ സ്പ്ലൈസ്, മാക്രോ ബെൻസ് എക്സെട്ര. ഇതിന് കാരണം സ്കാറ്ററിംഗ് ആണ്, റെയ്ലി സ്കാറ്ററിംഗ്. ഇത്തരം ഇവൻസുകൾ OTDR ട്രേസിൽ ഒരു അബ്രപ്റ്റ് ഡ്രോപ്സ് ആയിട്ട് കാണപ്പെടും. നോക്കൂ, ഇത് ഒരു റിയൽ OTDR ഡിസ്പ്ലേയുമായി കൂടുതൽ ബന്ധം പുലർത്തുന്ന ഒരു പിക്ചറാണ്. ഇവിടെ ഈ കാണുന്ന ഈ സ്പൈക്ക് അതൊരു റിഫ്ലക്റ്റീവ് ഇവൻ്റാണ്. അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, അത് ഫ്രണ്ട് കണക്ടറാണ്. ഇനി ഇവിടെ കാണുന്ന ഈ രണ്ട് സ്പൈക്കുകൾ അതും റിഫ്ലക്റ്റീവ് ഇവൻ്റാണ്. അത് കണക്ടർ പെയേഴ്സിൽ നിന്ന് വരുന്ന ഇവൻസുകളാണ്. ഇനി മറ്റൊരു സ്പൈക്ക് ഇതാ ഈ കാണുന്നത്, ഇത് ക്രാക്കിൽ നിന്ന് വരുന്ന, ബ്രേക്ക് അല്ലെങ്കിൽ ക്രാക്കിൽ നിന്ന് വരുന്ന ഒരു ഇവൻ്റാണ്. അതും ഒരു സ്പൈക്കാണ്, റിഫ്ലക്റ്റീവ് ഇവൻ്റാണ്. ഇനി അവസാനമായി കാണുന്ന ഈ ലാർജ് സ്പൈക്ക്, ഇത് ഫൈബർ എൻഡിൽ നിന്ന് വരുന്ന ഒരു റിഫ്ലക്റ്റീവ് ഇവൻ്റാണ്. ശേഷം കാണുന്ന ഈ സിഗ്നൽ അത് നോയ്സാണ്. കാരണം ഒപ്റ്റിക്കൽ ഫൈബർ ഇവിടെ വെച്ച് അവസാനിച്ചിട്ടുണ്ട്. ഈ കാണുന്നത് നോയ്സ് സിഗ്നലാണ്. അത് ഒപ്റ്റിക്കൽ ഫൈബറിനുള്ളിലെ സിഗ്നലല്ല, അതിന് പുറത്തുള്ള നോയ്സ് സിഗ്നലാണ്. ഇനി ഈ കാണുന്ന ഈ ഡ്രോപ്സ് നോക്കി, അത് മറ്റൊരു ഇവൻ്റാണ്. അത് നോൺ റിഫ്ലക്റ്റീവ് ഇവൻ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ ഫ്യൂഷൻ സ്പ്ലൈസ് കൊണ്ടാണ് ഈ ഡ്രോപ്പ് വന്നിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ ഒരു നോൺ റിഫ്ലക്റ്റീവ് ഇവൻ്റാണ് ഈ കാണുന്ന ബെൻഡ്. ഇങ്ങനെ ഓരോ ഇവൻറ്റും ഐഡൻറ്റിഫൈ ചെയ്യുന്നതോടൊപ്പം ആ ഇവൻറ്റുമായി ബന്ധപ്പെട്ട ലോസ്, വൈ ആക്സിലുള്ള അറ്റൻവേഷൻ ലെവൽ നോക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഓരോ ഇവൻറ്റും എത്ര ഡിസ്റ്റൻസിലാണ് നിലകൊള്ളുന്നതെന്ന് എക്സ് ആക്സിലുള്ള ഡിസ്റ്റൻസ് നോക്കിയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. അടുത്തതായി OTDR സ്പെസിഫിക്കേഷൻസ്. OTDRൻ്റെ പ്രധാനപ്പെട്ട 4 സ്പെസിഫിക്കേഷനുകളാണ് ഇവിടെ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. വേവ് ലെങ്ത്, ഡൈനാമിക് റേഞ്ച്, ഡെഡ് സോൺ, പൾസ് വിഡ്ത്ത്. വേവ് ലെങ്ത് സാധാരണയായി ഒരു ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വേവ് ലെങ്ത് ഏതാണോ അതേ വേവ് ലെങ്ത് ഉപയോഗിച്ചിട്ടാണ് ആ ഒപ്റ്റിക്കൽ ഫൈബർ ടെസ്റ്റ് ചെയ്യാനും
ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് മൾട്ടി മോഡ് ഫൈബർ ലിങ്ക് 850 നാനോമീറ്റർ അതുപോലെ 1300 നാനോമീറ്ററും ഉപയോഗിക്കും. സിംഗിൾ മോഡ് ഫൈബർ ലിങ്കിൽ 1310, 1550, 1625 നാനോമീറ്റർ വേവ് ലെങ്ത്താണ് ഉപയോഗിക്കുന്നത്. FTTHൽ 1490, 1550 നാനോമീറ്ററും ഉപയോഗിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സിംഗിൾ വേവ് ഉപയോഗിച്ചിട്ടുള്ള ടെസ്റ്റ് ഫാൾട്ട് ലൊക്കേഷന് മാത്രമേ കഴിയൂ. അതേസമയം ടെസ്റ്റിംഗ് വിത്ത് ഡ്വൽ വേവ് ലെങ്ത്താണ് ഇൻസ്റ്റലേഷൻ്റെ സമയത്തും ട്രബിൾ ഷൂട്ടിങ്ങിൻ്റെ സമയത്തും റെക്കമെൻഡ് ചെയ്യുന്നത്. അതിന് കാരണം ഡ്വൽ വേവ് ലെങ്ത് ഉപയോഗിച്ചാൽ മാത്രമേ ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ ബെൻഡ് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ എന്നുള്ളതാണ്. ഡൈനാമിക് റേഞ്ച്, ഇറ്റ് ഡിറ്റർമിൻസ് ഹൗ ഫാർ ദ OTDR ക്യാൻ മെഷർ. അതായത് ഒരു OTDRന് മെഷർ ചെയ്യാൻ പറ്റുന്ന റേഞ്ച് ഓഫ് പവറിനെയാണ്, റേഞ്ച് ഓഫ് അറ്റനേഷൻ പവറിനെയാണ് ഡൈനാമിക് റേഞ്ച് എന്ന് വിളിക്കുന്നത്. ഈ പിക്ചറിൻ്റെ സഹായത്തോടെ നമുക്കൊന്നുകൂടെ മനസ്സിലാക്കാം. ഇവിടെ ഈ കാണുന്നത് ഇഞ്ചക്ഷൻ ലെവലാണ്. ഒരു ഒപ്റ്റിക്കൽ ഫൈബറിലേക്ക് OTDR നൽകുന്ന പവറിൻ്റെ ലെവലാണ് ഇഞ്ചക്ഷൻ ലെവൽ എന്ന് പറയുന്നത്. ഇവിടെ ഈ കാണുന്നതാണ് നോയ്സ് ലെവൽ എന്ന് പറയുന്നത്. ഈ നോയ്സ് ലെവലിനും ഇഞ്ചക്ഷൻ ലെവലിനും ഇടയ്ക്കുള്ള ഈ റേഞ്ചിനെയാണ് നമ്മൾ ഡൈനാമിക് റേഞ്ച് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, മെഷറിംഗ് റേഞ്ചും ഡൈനാമിക് റേഞ്ചും തമ്മിൽ നമ്മൾ തെറ്റിപ്പോകാൻ പാടില്ല. മെഷറിംഗ് റേഞ്ച് എന്ന് പറയുന്നത് ഒരു OTDRന് മെഷർ ചെയ്യാൻ പറ്റുന്ന ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ ലെങ്ത്താണ്. എന്നാൽ ഡൈനാമിക് റേഞ്ച് എന്ന് പറയുന്നത് OTDR മെഷർ ചെയ്യുന്ന റേഞ്ച് ഓഫ് പവറിനെയാണ് ഡൈനാമിക് റേഞ്ച് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കാര്യം, ഡൈനാമിക് റേഞ്ച് എക്സ്പ്രസ് ചെയ്യുന്നത് dB യൂണിറ്റിലാണ്, ഡെസിബൽ യൂണിറ്റിലാണ്. ഒരു OTDRൻ്റെ മാനുവലിൽ പറയുന്ന ഡൈനാമിക് റേഞ്ച് അച്ചീവ് ചെയ്യണമെങ്കിൽ അത് ലോങ്ങസ്റ്റ് പൾസ് വിഡ്ത്തിൽ ഉപയോഗിക്കണം. അടുത്തത് ഡെഡ് സോൺ. ഇറ്റ്സ് ദ അബിലിറ്റി ടു ഡിറ്റക്ട് ആൻഡ് മെഷർ ടു ക്ലോസ്ലി സ്പേസ്ഡ് ഇവൻറ്റ്സ് ഇൻ എ ഫൈബർ ലിങ്ക്. അതായത് ഒരു ഫൈബർ ലിങ്കിൽ അടുത്തടുത്ത് വരുന്ന രണ്ട് ഇവൻറ്റ്സുകളെ ഡിറ്റക്റ്റ് ചെയ്യുന്നതിനും മെഷർ ചെയ്യുന്നതിനുമുള്ള അബിലിറ്റിയാണ് ഡെഡ് സോൺ എന്ന കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് മെഷർ ചെയ്യുന്നത്, എക്സ്പ്രസ് ചെയ്യുന്നത് മീറ്ററിലാണ്. ഇനി രണ്ട് തരത്തിലുള്ള ഡെഡ് സോൺ കാണാൻ പറ്റും. ഒന്ന് ഇവൻ്റ് ഡെഡ് സോൺ EDZ എന്നും മറ്റൊന്ന് അറ്റനേഷൻ ഡെഡ് സോൺ ADZ എന്നും അറിയപ്പെടുന്നു. ഇവൻ്റ് ഡെഡ് സോൺ എന്ന് പറഞ്ഞാൽ രണ്ട് അടുത്തടുത്ത് വരുന്ന റിഫ്ലക്റ്റീവ് ഇവൻറ്റ്സുകളെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള മിനിമം ഡിസ്റ്റൻസ്, അതിനെയാണ് ഇവൻ്റ് ഡെഡ് സോൺ എന്ന് പറയുന്നത്. എന്നാൽ അറ്റനേഷൻ ഡെഡ് സോൺ എന്ന് പറയുന്നത് ഒരു റിഫ്ലക്റ്റീവ് ഇവൻറ്റിന് ശേഷം മറ്റൊരു നോൺ റിഫ്ലക്റ്റീവ് ഇവൻ്റ് വരുമ്പോൾ അവയെ ഡിറ്റക്റ്റ് ചെയ്യാനുള്ള മിനിമം ഡിസ്റ്റൻസിനെയാണ് അറ്റനേഷൻ ഡെഡ് സോൺ എന്ന് പറയുന്നത്. OTDRൽ ഉപയോഗിക്കുന്ന പൾസിൻ്റെ പൾസ് വിഡ്ത്ത് കുറച്ചുകൊണ്ട് ഡെഡ് സോൺ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. നോക്കൂ, ഇതൊരു സ്ട്രോങ് റിഫ്ലക്റ്റീവ് ഇവൻറ്റിൽ നിന്നുള്ള ഒരു സ്പൈക്ക് സിഗ്നലാണ്. സൂം ചെയ്ത് കാണിച്ചു എന്ന് മാത്രം. ഇതിനിടയിൽ ഇനിയൊരു ഇവൻ്റ് വന്നാൽ അതിന് OTDRന് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം OTDR ആൾറെഡി സാച്ചുറേറ്റഡ് ആണ്. ഈ പീരീഡ് കഴിഞ്ഞതിന് ശേഷം വരുന്ന ഇവൻറ്റുകളെ മാത്രമേ ഇനി OTDRന് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ മിനിമം ഡിസ്റ്റൻസ് ആണ് അറ്റനേഷൻ ഡെഡ് സോൺ എന്ന് പറയുന്നത്. ഇതാണ് ഇവൻ്റ് ഡെഡ് സോൺ എന്ന് പറയുന്നത്. ഇവൻ്റ് ഡെഡ് സോൺ എപ്പോഴും അറ്റനേഷൻ ഡെഡ് സോണിനേക്കാൾ കുറവായിരിക്കും. അതിന് കാരണം ഇവൻ്റ് ഡെഡ് സോൺ എന്ന് പറയുന്നത് ഒരു റിഫ്ലക്റ്റീവ് ഇവൻറ്റിന് ശേഷം മറ്റൊരു റിഫ്ലക്റ്റീവ് ഇവൻറ്റ് വന്ന് ഡിറ്റക്റ്റ് ചെയ്യാനുള്ള മിനിമം ഡിസ്റ്റൻസാണ്. റിഫ്ലക്റ്റീവ് ഇവൻറ്റ് എന്ന് പറയുന്നത് സ്പൈക്കാണ്, അതിൻ്റെ പവർ കൂടുതലായിരിക്കും. അതുകൊണ്ട് ഇവിടെ വെച്ച് തന്നെ അതിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. അതേസമയം അറ്റനേഷൻ
ഡെഡ് സോണിൽ റിഫ്ലക്റ്റീവ് ഇവൻറ്റിന് ശേഷം ഒരു നോൺ റിഫ്ലക്റ്റീവ് ഇവൻ്റാണ് വരുന്നത്. നോൺ റിഫ്ലക്റ്റീവ് ഇവൻറ്റിൻ്റെ പവർ ചെറുതായിരിക്കും. പൾസ് വിഡ്ത്ത്. ഒരു OTDRൻ്റെ പൾസ് വിഡ്ത്ത്, ഡൈനാമിക് റേഞ്ച്, ഡെഡ് സോൺ എന്നിവ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ. പൾസ് വിഡ്ത്ത് കൂട്ടിയാൽ ഡൈനാമിക് റേഞ്ചും കൂടും. ഡൈനാമിക് റേഞ്ച് കൂടുമ്പോൾ ഡെഡ് സോണും കൂടുന്നു. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ക്ലോസ്ലി ഇവൻസുകൾ, ഒരു ഫൈബർ ലിങ്കിലെ ക്ലോസ്ലി ഇവൻസ് ഡിറ്റക്റ്റ് ചെയ്യാൻ കഴിയില്ല. ഇത് പക്ഷേ ഒരു ലോങ് ഡിസ്റ്റൻസ് കേബിൾ ആണെങ്കിൽ അത്ര തന്നെ ബാധിക്കുന്നില്ല. എന്നാൽ ഷോർട്ട് ഡിസ്റ്റൻസ് ആണെങ്കിൽ പൾസ് വിഡ്ത്ത് റെഡ്യൂസ് ചെയ്തുകൊണ്ട് ഡെഡ് സോണും നമ്മൾ റെഡ്യൂസ് ചെയ്യണം. മറ്റൊരു കാര്യം, പൾസ് വിഡ്ത്ത് സ്പെസിഫൈ ചെയ്യുന്നത് നാനോ സെക്കൻഡ് അല്ലെങ്കിൽ മൈക്രോ സെക്കൻഡിലാണ്. ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഒരു OTDRൻ്റെ അടിസ്ഥാനപരമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഈ ക്ലാസ്സിലൂടെ നമ്മൾ ചർച്ച ചെയ്തത്. നന്നായി പഠിക്കുക. താങ്ക് യു.